മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്നതല്ല, അവിടുത്തോടൊപ്പം നടക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളൊക്കെ വിശ്വാസികളാണ്. ദൈവത്തോടൊപ്പം നടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തോടൊപ്പം നടക്കാനായിട്ട്, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് തിരിച്ചറിയുക. അവൻ്റെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുകയാണ്: നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, മുകളിലേക്ക് നോക്കി നടക്കാൻ നമുക്ക് സാധിക്കണം. താഴേക്ക് നോക്കി നമ്മൾ നടക്കരുത്. ജീവിതത്തെ മുകളിൽ നിന്ന് നോക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വേദനയ്ക്കുള്ളിലെ അർത്ഥം കാണാൻ സാധിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. വേദനയ്ക്കുള്ളിലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ കാണാൻ സാധിക്കണം. പരാജയത്തിനുള്ളിൽ വളർച്ച കാണാൻ സാധിക്കണം. യഥാർത്ഥ വിശ്വാസം പ്രശ്നങ്ങൾ മാറുന്നതല്ല, കാഴ്ചപ്പാട് മാറുന്നതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മുകളിലേക്ക് നോക്കി നടക്കുന്നവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ നോക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തെ നോക്കി നടന്നാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും, പക്ഷേ കാഴ്ചപ്പാടുകൾ മാറിയാൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നത് കുരിശിലൂടെയാണ്. കുരിശിനെ മനുഷ്യൻ നോക്കിക്കാണുന്നത് പരാജയത്തിൻ്റെ അടയാളമായിട്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി കുരിശിലൂടെ വളർച്ചയാണ്. കുരിശ് വളർച്ചയുടെ അടയാളമാക്കി ഈശോ ഉയർത്തുകയാണ്. കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ശക്തൻ മാത്രമല്ല, വേദന സഹിക്കുന്ന സ്നേഹം കൂടെയാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൻ്റെ കുരിശനുഭവങ്ങൾ, സങ്കടാനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മളെ ദൈവത്തോടുള്ള സ്നേഹത്തിലേക്ക് വളർത്തണം. അപ്പോഴാണ് കുരിശ് അനുഭവങ്ങൾ രക്ഷയുടെ അടയാളമായിട്ട് മാറുന്നത്. ഈ 3 ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. എല്ലാ തിന്മകളും ബന്ധനങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിർവീര്യമാകട്ടെ. പാപശക്തികൾ നിർവീര്യമാകട്ടെ. പൈശാചിക അരൂപികൾ നിർവീര്യമാകട്ടെ. തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളും തകരട്ടെ. കെട്ടുകൾ അഴിയട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.